സൂര്യപ്രകാശം സ്വർണവർണം ചാർത്തുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ചാരുലത എന്ന പേരുള്ള ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവളുടെ മനസ്സിൽ നിറയെ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അമ്മയുടെ മരണത്തിനു ശേഷം ചാരുലതയുടെ ജീവിതം മാറി. അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചു. അതിനുശേഷം ആ വീട്ടിൽ അവളുടെ ജീവിതം മോശമായി തുടങ്ങി. രണ്ടാനമ്മയും മക്കളും എപ്പോഴും ഭംഗിയുള്ള വസ്ത്രങ്ങളും ധരിച്ച് ചിരിച്ചും കളിച്ചും നടക്കുമായിരുന്നു. അവർ ചാരുലതയോട് എപ്പോഴും മോശമായാണ് പെരുമാറിയത്. അവർക്കു മുന്നിൽ ചാരുലത അദൃശ്യം മാത്രമായിരുന്നു. സൂര്യോദയത്തിന് മുമ്പേ ചാരുലത എഴുന്നേറ്റഠിനമായ ജോലികൾ ചെയ്യാൻ തുടങ്ങും. വീട് തൂത്തുവാരും, വസ്ത്രങ്ങൾ കഴുകും, ഭക്ഷണം പാകം ചെയ്യും. അവളുടെ സ്വപ്നങ്ങൾ കാറ്റിൽ പറന്നു പോകുന്നതുപോലെ അവൾക്ക് തോന്നി. എന്നിരുന്നാലും അവൾ ഒരിക്കലും പരാതിപ്പെട്ടില്ല. കാരണം അവളുടെ ഹൃദയത്തിൽ എല്ലാവരോടുമായി സ്നേഹവും ആയിരുന്നു. ഒരു ദിവസം പട്ടണത്തിൽ ഒരു വാർത്ത പരന്നു. രാജകുമാരൻ ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കുന്നു. ഒരു സൗന്ദര്യ മത്സരം. എല്ലാ യുവതികൾക്കും ക്ഷണമുണ്ടായിരുന്നു. രണ്ടാനമ്മയുടെ മക്കൾ ആവേശത്തോടെ തയ്യാറായി. അവർ സിൽക്കു വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു. വസ്ത്രധാരണത്തിനിടെ ചാരുലതയെ അവർ പരിഹസിച്ചു. "നീ മത്സരിക്കാൻ പോകുമോ?" "നീ?" അവർ ചിരിച്ചു. "നിനക്ക് അടുക്കളയിലാണ് സ്ഥാനം" എന്ന് പറഞ്ഞു അവർ പോയി. വീട് ശാന്തമായപ്പോൾ ചാരുലത ഒറ്റയ്ക്കിരുന്നു. കരഞ്ഞു കണ്ണുകൾ കണ്ണീർ നിറഞ്ഞിരുന്നു. അപ്പോൾ ഒരു മൃദുവായ ശബ്ദം കേട്ടു. മാന്ത്രികതയല്ല, പ്രതീക്ഷ. ഒരു വയസ്സായ ദരിദ്ര സ്ത്രീ വാതിലിന് സമീപം നിന്നു. അവൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. സ്വന്തമായി ഒന്നുമില്ലാത്തിട്ടും ചാരുലത അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകി. ആ സ്ത്രീ പുഞ്ചിരിച്ചു. "ദയാണ്," അവൾ പറഞ്ഞു, "ഏറ്റവും സത്യമായ മായാജാലം." ആഭരണങ്ങളില്ലാതെ ലാളിത്യത്തോടുകൂടി അവൾ ചാരുലതയെ അലങ്കരിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ ചാരുലത ഞെട്ടിപ്പോയി. ഒരു നിമിഷം ആലോചിച്ചു, "ഞാനാണോ ഇത്" എന്ന്. ആഘോഷത്തിൽ ജനക്കൂട്ടം നിശബ്ദമായി. ചാരുലത ഏറ്റവും അലങ്കരിച്ചവളായതുകൊണ്ടല്ല, പക്ഷേ അവളുടെ ആത്മവിശ്വാസവും മനസ്സും കൊണ്ടാണ്. എല്ലാവരും അവളെ നോക്കി. രാജകുമാരൻ അവളെ ശ്രദ്ധിച്ചു. മുഖത്തിലെ ഭംഗിയല സംസാരിച്ച രീതിക്കും കേട്ട രീതിക്കും മറ്റുള്ളവരെ പരിഗണിച്ച മനസ്സിനുമാണ്. വിളക്കുകളുടെ വെളിച്ചത്തിൽ അവളുടെ ബ്രൗൺ ത്വക്ക് മിനുക്കിയ മണ്ണുപോലെ മൃദുവായി തിളങ്ങി. എന്നാൽ രാത്രി അവസാനിച്ചപ്പോൾ ചാരുലത ആരും കാണാതെ നിശബ്ദമായി മടങ്ങി. രാജകുമാരൻ അവളെ തിരഞ്ഞു. രാജകുമാരൻ തിരഞ്ഞത് സൗന്ദര്യമല്ല, സമ്പത്തല്ല, മുറിയെ തന്നെ മാറ്റിയ ദയുള്ള പെൺകുട്ടിയെയാണ്. ലളിതമായ വസ്ത്രങ്ങളിൽ വീണ്ടും കണ്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചു. യഥാർത്ഥ മൂല്യം